കാസർഗോഡ് ഉദുമ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട യുഡിഎഫിന്റെ ഹർജി ഹൈക്കോടതി തള്ളി. എൽഡിഎഫിന് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ലഭിച്ചത് ചോദ്യം ചെയ്ത് നൽകിയ ഹർജിയാണ് സിംഗിൾ ബെഞ്ച് തള്ളിയത്. ഉദുമ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി എൽഡിഎഫിലെ പി.വി. രാജേന്ദ്രനെ തെരഞ്ഞെടുത്തതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ചോദ്യം ചെയ്ത് യുഡിഎഫ് സമർപ്പിച്ച ഹർജിയാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളിയത്. യുഡിഎഫ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിരുന്ന ചന്ദ്രൻ നാലാംവാതുക്കലാണ് കഴിഞ്ഞ ജനുവരി 5-ന് ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. തുടർന്ന് ഹർജിയിൽ വാദം കേട്ടു. പഞ്ചായത്ത് രാജ് നിയമത്തിലെ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുമായി ബന്ധപ്പെട്ടായിരുന്നു പ്രധാന വാദങ്ങൾ. ഹർജിയിൽ എതിർകക്ഷികളായ ഉദുമ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ റിട്ടേണിംഗ് ഓഫീസറും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു. തുടർന്ന് പ്രാഥമിക പരിശോധനകൾക്ക് ശേഷം ജസ്റ്റിസ് പി.വി. കുഞ്ഞികൃഷ്ണൻ ഹർജി നിലനിൽക്കില്ലെന്ന് കണ്ട് തള്ളുകയായിരുന്നു. 2025 ഡിസംബർ 25-ന് നടന്ന പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ യുഡിഎഫ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി ചന്ദ്രൻ നാലാംവാതുക്കലിന്റെ വോട്ട് ബാലറ്റ് പേപ്പറിൽ ഒപ്പിടാത്തതിനെ തുടർന്ന് അസാധുവായിരുന്നു. ഇതോടെ 11 വോട്ടുകൾ വീതം നേടി എൽഡിഎഫും യുഡിഎഫും ഒപ്പത്തിനൊപ്പമായി. തുടർന്ന് നറുക്കെടുപ്പിൽ എൽഡിഎഫിലെ പി.വി. രാജേന്ദ്രനെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കുകയായിരുന്നു. കൈരളി ന്യൂസ്, കാസർഗോഡ്.